കുടുംബസംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ വിനോദ്, വേദിയിലുള്ള ശ്രീ അനിൽ, അനുരാജ്, ശ്രീമതി ഓമന, മറ്റ് സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നിങ്ങളെല്ലാവരും ഈ കുടുംബസംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശത്തെ പട്ടികജാതി സമൂഹത്തിൽപ്പെടുന്ന ഹരിജൻ വിഭാഗത്തിൽപ്പെടുന്ന സഹോദരി സഹോദരന്മാരാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 1947 സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് 76 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ലഭിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഡോക്ടർ B.R. അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭരണഘടന അനുസരിച്ചിട്ടാണ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ B.R. അംബേദ്കർക്ക് അർഹമായിട്ടുള്ള അംഗീകാരം, ആ അംഗീകാരം നരേന്ദ്രമോദിജി ഭരണത്തിൽ എത്തുന്നത് വരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തെ ദളിത് സഹോദരന്മാരുടെ കാര്യവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അംബേദ്കർ മാത്രമല്ല, രാജ്യത്തെ ദളിത് സഹോദരന്മാരുടെ ഉന്നമനത്തിനായി വിവിധ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ 75 വർഷക്കാലത്തെ ചരിത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളുമായിട്ട് താരതമ്യം ചെയ്താൽ മറ്റ് സർക്കാരുകളുടെ കാലത്ത് എടുത്തിട്ടുള്ള നടപടികളെക്കാൾ എത്രയോ മടങ്ങ് ദളിത് സഹോദരിമാരുടെ ഉന്നമനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തെ പല മഹാന്മാക്കളും ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച അന്ത്യോദയ, ഭാരതീയ ജനസംഘത്തിന്റെ നേതാവായിരുന്ന പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയും ഇതേ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത്. അതായത് അവസാനത്തെ വരിയിലെ അവസാനത്തെ വ്യക്തിയുടെ വരെ ഉയർച്ച, ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പുരോഗതി, മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളതിന് പകരം സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കക്കാരായിട്ട് കണക്കാക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിട്ട് കണക്കാക്കപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഉൾപ്പെടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെയാണ് ഡോക്ടർ അംബേദ്കർ ആണെങ്കിലും ദീൻദയാൽ ഉപാധ്യായ ആണെങ്കിലും അന്ത്യോദയ എന്ന കൊണ്ട് വിവക്ഷിച്ചത്. അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെയും പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ദരിദ്രരിൽ ദരിദ്രരെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ മഹാത്മാക്കൾ ഒക്കെ ആഗ്രഹിച്ച വഴികളിലൂടെ രാജ്യത്തെ നയിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം അദ്ദേഹവും സ്വയം ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച വരേണ്യവർഗത്തിൽപ്പെടുന്ന ആളുകളിൽ ഒരാളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദാരിദ്ര്യം എന്താണെന്ന് നേരിട്ടറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അമ്മ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ അമ്മ അടുത്ത വീട്ടിൽ
പാത്രം കഴുകിക്കൊടുത്ത് അങ്ങനെ ജീവിച്ച ഒരമ്മയുടെ മകനായിട്ടാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം നേടി ഇന്ന് ഈ നിലയിൽ. അങ്ങനെ ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കാൻ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ദാരിദ്ര്യം നേരിട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പുസ്തകം വായിച്ച് ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദളിതർക്കും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കുമൊക്കെ അദ്ദേഹത്തിന്റെ പരിപാടികളിൽ, അദ്ദേഹം നടപ്പിലാക്കുന്ന ആ പദ്ധതികളിൽ പ്രാമുഖ്യം നൽകി. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇത്രയും കാലം നമ്മുടെ രാജ്യം സാമൂഹ്യ നീതിയെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ദളിത് സഹോദരന്മാർക്ക് സാമൂഹ്യ നീതി യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിനു ശേഷമാണ് എന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമീപനം, ആ സമീപനമാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൈക്കൊണ്ടിട്ടുള്ളത്. ഈ ഒരു സമീപനം ഇത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ആ സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പാവപ്പെട്ടവരും അധസ്ഥിതരും ഒക്കെയായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ മാർഗങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നും പല പ്രദേശങ്ങളിലും, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും പോയപ്പോൾ നിരവധി നമ്മുടെ സഹോദരന്മാർ താമസിക്കുന്ന കോളനികളിലേക്ക്, നെടുമങ്ങാട് എന്ന് പറയുന്നത് ഒരു മുനിസിപ്പൽ പ്രദേശമാണ്. നെടുമങ്ങാട് ആ മുനിസിപ്പൽ പ്രദേശത്തുള്ള കോളനിയിൽ പോയപ്പോൾ, 2 കോളനികളിൽ പോയപ്പോൾ 2 സ്ഥലത്തും വെള്ളമില്ല. കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം നമ്മുടെ മുനിസിപ്പാലിറ്റികൾക്കകത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, കേരളം ഉൾപ്പെടെ കേരളം കൈവരിച്ചു എന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്ന പുരോഗതി, ആ പുരോഗതിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് മുനിസിപ്പാലിറ്റികളിലടക്കം നിലവിലിരിക്കുന്ന ഈ സാഹചര്യം. മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ പോയപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഞാൻ പാപ്പാല കോളനിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ വന്നിരുന്നു. ആ കോളനിയിലെ പല വീടുകളും, ആ വീടുകളിൽ കയറിയപ്പോൾ വാസയോഗ്യമായിട്ടുള്ള വീടുകളല്ല. പണ്ടുകാലത്ത് കിട്ടിയൊരു വീട്ടിൽ അച്ഛനും അമ്മയും അവരുടെ മകൾ അല്ലെങ്കിൽ മകൻ വിവാഹിതനായി കഴിഞ്ഞാൽ ആ മകൻ ഒരു വേറെ കുടുംബമാണ്. പക്ഷേ ഇതേ വീട്ടിൽ തന്നെ താമസിക്കണം, കാരണം ആകെ ഒരു വീടേ ഉള്ളൂ. അതേസമയത്ത് ഈ വാസയോഗ്യമായിട്ടുള്ള വീടുകൾ, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള പാചകവാതക കണക്ഷൻ, എല്ലാ വീടുകളിലും ശുചിമുറികൾ, അതോടൊപ്പം എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ. ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. റോഡ് മാത്രം പണിത് 1 കോടി രൂപ ചെലവാക്കി റോഡ് പണിയില്ല. കാരണം ആ റോഡ് പണി നടന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടർമാർക്ക് കമ്മീഷൻ കിട്ടും. ഈ കമ്മീഷൻ കിട്ടാൻ വേണ്ടി റോഡ് പണിയുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് അന്തിയുറങ്ങാൻ ഉള്ള സൗകര്യം, ആ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതിന് പ്രാഥമികത ഉണ്ടാവും. ഈ സമീപനം, ഈ നിലപാട് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ കേട്ടത് റോഡ് പണി നിർത്തി വെച്ചു. എന്നിട്ട് റോഡ് പണി നിർത്തി വെച്ചിട്ട് പറഞ്ഞു, കേന്ദ്രമന്ത്രി പറഞ്ഞു റോഡ് പണി നടത്തണ്ട. കേന്ദ്രമന്ത്രി റോഡ് പണി നടത്തണ്ട എന്നല്ല പറഞ്ഞത്. കേന്ദ്രമന്ത്രി പറഞ്ഞത് തലചായ്ക്കാൻ ഒരിടമാണ് ആദ്യം വേണ്ടത്. തലചായ്ക്കാൻ ഒരിടം ഉണ്ടായിക്കഴിഞ്ഞാൽ
ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയുണ്ടാവും. വഴി മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ താല്പര്യപ്പെടുന്നത് അത് അവർക്ക് വഴിയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോടികളുടെ കരാറിൽ ഒരു കമ്മീഷൻ കിട്ടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണെങ്കിൽ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം സർക്കാർ ചെലവഴിക്കുന്ന പണം ഈ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും കൊടുക്കുന്ന നികുതിയാണ്. നമ്മൾ നികുതി കൊടുക്കുന്നത് നിങ്ങളെന്ത് നികുതിയാണ് കൊടുക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വസ്തുവും വാങ്ങുമ്പോൾ കൊടുക്കുന്ന തുകയിൽ ഒരംശം നികുതിയാണ്. അല്ലാതെ ആദായ നികുതി മാത്രമല്ല നികുതി. ആദായ നികുതി കൊടുക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ബാക്കി എല്ലാറ്റിൽ നിന്നും നികുതി കൊടുക്കണം. നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നികുതിയുണ്ട്. നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിയാൽ അതിലൊരു നികുതിയുണ്ട്. അപ്പൊ ആ നികുതി പണം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ചെലവഴിക്കുന്നത്. വലിയ നല്ല റോഡുണ്ടാക്കി അതിന്റെ ആ റോഡ് ഏത് കോളനിയിലേക്കാണോ ആ കോളനിയിൽ വെളിച്ചമില്ല, വെള്ളമില്ല, താമസിക്കാൻ സൗകര്യമില്ല, അങ്ങനെയുള്ള വീടുകളുള്ള കോളനിയിലേക്ക് വലിയ 4 വരി പാത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പാപ്പാല കോളനിയിലെ മാത്രം പ്രശ്നമല്ല. നിരവധി സ്ഥലങ്ങളിൽ ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ ആ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി സാമൂഹ്യ നീതി യാഥാർത്ഥ്യമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുല്യതയോടെയും തുല്യ പരിഗണനയോടെയും എല്ലാവർക്കും ലഭ്യമാക്കുമ്പോഴാണ് സാമൂഹ്യനീതി നടപ്പിലാവുന്നത് എന്നാണ്. കാരണം അതുകൊണ്ട് ദളിത് ക്ഷേമം എന്ന് പറയുന്നത് കേവലം വാക്കിൽ മാത്രം ഉണ്ടാകേണ്ട കാര്യമല്ല. കൃത്യമായിട്ടുള്ള നയരൂപീകരണത്തിലൂടെയും അതോടൊപ്പം പദ്ധതികളിലൂടെയും ദളിത് സഹോദരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തലായിരുന്നു എല്ലാ വീടുകളിലും ശുചിമുറികൾ വേണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ ആശയം. കാരണം ശുചിമുറികൾക്ക് വേണ്ടിയിട്ട് തുറസായിട്ടുള്ള പ്രദേശങ്ങളിലെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്. അന്തസ്സോടുകൂടി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം, ആ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഈ നാട്ടിലെ ദളിത് സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പാവപ്പെട്ടവരുടെ അവകാശം, ആ അവകാശം സംരക്ഷിക്കലാണ്. ഇന്ന് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ PM അജയ് എന്നുള്ള പേരിൽ പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജന എന്നുള്ള പേരിൽ പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവർക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതിനു വേണ്ടിയിട്ട് സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള പദ്ധതികൾ, വിദ്യാഭ്യാസ വികസനത്തിലൂടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് സാമൂഹ്യ ശാസ്ത്രീകരണം, സംരംഭങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ടുള്ള സാമ്പത്തിക അവസരം. ഞാനത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മഹാരാഷ്ട്രയിലുള്ള ദളിത് സമൂഹത്തിൽപ്പെടുന്ന ഒരാൾക്ക്. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP ആയിരുന്നു രാജ്യസഭയിൽ. അദ്ദേഹം അവിടെ ദളിത് ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കി. എന്താണ്? സംരംഭങ്ങൾ തുടങ്ങുന്ന ദളിത് സമൂഹത്തിൽപ്പെടുന്നവരുടെ സംഘടന. സാധാരണ തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ട്. തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെയുള്ള സംഘടന. പകരം ദളിത് ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ടാറ്റ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണാൻ. അവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് സംവരണം, തൊഴിലൊക്കെ തരുന്നതൊക്കെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സഹോദരന്മാർക്ക്, ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് സ്വന്തമായിട്ട് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരം, അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ദളിതന്മാർ എന്നും പണിയെടുക്കുന്നവർ മാത്രമായിട്ട് മാറുന്നവരല്ല, പണി കൊടുക്കുന്നവരായിട്ട് മാറണം, തൊഴിലുടമയാകണം. തൊഴിലാളി മാത്രമല്ല, തൊഴിലുടമയാകാൻ കഴിയണം.
എന്ന് പറഞ്ഞാൽ ഒരു ദളിത് സംരംഭകന്റെ കീഴിൽ 10 പേര് വേറെ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. ആ ദളിത് സംരംഭകൻ അവർക്ക് ശമ്പളം കൊടുക്കും. അങ്ങനെ ദളിത് സഹോദരൻ, ദളിത് സഹോദരി കേവലം ജോലി ചെയ്യുന്ന ആൾ മാത്രമല്ല, തൊഴിലാളി മാത്രമല്ല, തൊഴിലാളിയിൽ നിന്ന് തൊഴിലുടമയിലേക്ക് മാറാനുള്ള പരിശ്രമം. ആ പരിശ്രമമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതാണ് നമ്മുടെ മുദ്രാ വായ്പ ഉൾപ്പെടെയുള്ള ഈടില്ലാതെ വായ്പ നൽകാനുള്ള അവസരം. ആ അവസരം ഉണ്ടാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിക്കുന്നു. അതോടൊപ്പം പട്ടികജാതി ഭൂരിപക്ഷ ഗ്രാമങ്ങളുടെ സംയോജിത വികസനം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്, കുടിവെള്ളം, വൈദ്യുതി, ശുചിമുറി, അതോടൊപ്പം ആ പ്രദേശത്തേക്കുള്ള യാത്രാ സൗകര്യം, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. അതിനുവേണ്ടിയാണ് മുദ്രാ ലോണുകൾ, ജൽജീവൻ മിഷൻ, എല്ലാ വീട്ടിലും പൈപ്പ് വെള്ളം, ഉജ്ജ്വല യോജന, എല്ലാ വീട്ടിലും പാചകവാതക കണക്ക്, ഇതെല്ലാം നടപ്പിലാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഭരിച്ച ആൾക്കാർ അവരുടെ പ്രസംഗങ്ങളിലൂടെയാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദളിത് രാഷ്ട്രീയം പറഞ്ഞത്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി തന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ ദളിത് സമൂഹത്തെ തന്റെ നെഞ്ചോട് ചേർത്ത നേതാവാണ് നരേന്ദ്രമോദി. അതാണ് നരേന്ദ്രമോദിയും ബാക്കിയുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണത്തിന് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഓരോ ബ്രാഞ്ചും വായ്പ നൽകുന്നതിൽ നിർബന്ധമായും ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന, ആ നിബന്ധന വെച്ചുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് SC വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് 2023 അവസാനം വരെ 5625 കോടി രൂപയുടെ വായ്പാ പദ്ധതികളാണ് വിവിധ ബാങ്കുകൾ വിതരണം ചെയ്തത്. അതോടൊപ്പം വനിതകൾക്ക് വേണ്ടി, പട്ടികജാതി പട്ടികവർഗ വനിതകൾക്ക് വേണ്ടി 7557 കോടി രൂപയാണ് കഴിഞ്ഞ 9 വർഷങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ സാഹചര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തു വരും. കേരളത്തിലെ അതിദരിദ്രരായിട്ട് കണക്കാക്കപ്പെട്ടവരിൽ 12,763 പട്ടികജാതി കുടുംബങ്ങളുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് പറയുന്നത്. ഈ പട്ടികജാതി കുടുംബങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നിരവധി ആയിരക്കണക്കിന് ആളുകൾക്ക് ഭൂമിയില്ലാത്തവരായിട്ടുണ്ട്, ഭൂരഹിതരായിട്ടുള്ള നിരവധി ആളുകൾ. അവർക്ക് ഭൂമി അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വൈമനസ്യം കാണിക്കുന്ന സർക്കാർ ഒരു വശത്ത് തോട്ടഭൂമി എന്നുള്ള പേരിൽ വൻകിടക്കാർക്ക് 100 കണക്കിന് ഏക്കർ ഭൂമി അനുവദിച്ചു കൊടുക്കുമ്പോൾ മറുവശത്ത് തലചായ്ക്കാൻ ഒരിടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭൂമി ലഭ്യമാക്കാൻ പോലും സർക്കാരിന് സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ദളിത് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നൽകാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഭരണത്തിൽ പങ്കാളിത്തം എന്നുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാരിലെ 12 മന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ, കാരണം മന്ത്രിസഭയിൽ സംവരണമില്ല, പക്ഷേ സംവരണമില്ലെങ്കിലും ഈ രാജ്യത്തെ മന്ത്രിമാരിൽ 6-1 ആളുകൾ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിൽ നിന്നുള്ള, ആ സമൂഹത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്നുള്ളത് നരേന്ദ്രമോദിജിയുടെ നിർബന്ധമായിരുന്നു താല്പര്യം. കാരണം അതിലൂടെയാണ്
ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് പൊതുസമൂഹത്തിൽ വിഷമമനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള താല്പര്യം ഭരണകൂടത്തിനുണ്ടാകും. അങ്ങനെ ഭരണകൂടത്തിന് ആ താല്പര്യം ഉണ്ടാകാൻ അത് ഒരു വശത്ത് നടക്കുമ്പോൾ കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്കെത്താൻ സ്വാതന്ത്ര്യം കിട്ടി 50 വർഷത്തിലേറെ കാലം. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്ന് നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും ഒരിക്കൽ കൂടി ഭരണത്തിൽ വരുന്നു എന്നുറപ്പായ സാഹചര്യമാണിന്ന് രാജ്യമാസകലമുള്ളത്. അങ്ങനെ രാജ്യമാസകലം നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണത്തിൽ വരുന്നു എന്നുറപ്പായ സാഹചര്യത്തിൽ നമ്മുടെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിരവധി ദളിത് സമൂഹത്തിൽപ്പെടുന്ന സഹോദരീ സഹോദരന്മാർ താമസിക്കുന്ന കോളനികളുടെ സ്ഥിതി അത് അതിദയനീയമായിട്ട് തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ പൂർണ്ണമായും ഫലപ്രദമായി ഈ പ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം, അതിന് മുൻകൈ എടുക്കണമെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ ശ്രമങ്ങൾക്ക് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന, ആ ശ്രമങ്ങൾ പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു എം പി അല്ല. പകരം അത് പൂർണ്ണമായും നമ്മുടെ ഓരോ പ്രദേശത്തും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജി ഡൽഹിയിൽ ഭരണത്തിൽ വരും. പക്ഷെ നരേന്ദ്രമോദി ഡൽഹിയിൽ ഭരണത്തിൽ വന്നതുകൊണ്ട് ആ മാത്രം കാര്യമില്ല. ആ നരേന്ദ്രമോദിജി ഡൽഹിയിൽ ഭരണത്തിൽ വരുമ്പോൾ നമുക്ക് പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ നമുക്ക് സമീപിക്കാവുന്ന, നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനായി താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.